മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന മോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രിയെന്ന് CPIM കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ന്യൂനപക്ഷ അനുകൂല നിലപാടുകളിലൂന്നി പ്രചാരണം തുടരാനാണ് BJP തീരുമാനം. गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സജീവ ചർച്ചയാവുകയാണ്. പ്രസംഗത്തിനെതിരെ വിമർശനങ്ങളും പ്രതിഷേധവും പ്രതിപക്ഷം കടുപ്പിക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ BJPക്ക് നിരാശ എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോദി നുണകളുടെ നിലവാരം ഇടിഞ്ഞു എന്നാണ് രാഹുലിന്റെ മറ്റൊരു പരിഹാസം. വിദ്വേഷ പ്രസംഗത്തിലൂടെ ജനശ്രദ്ധ തിരിക്കാൻ ശ്രമം എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. വിഷയം ഉയർത്തി പ്രതിഷേധം സംഘടിപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിപ്പിച്ച് പരസ്പരം കലഹിപ്പിച്ച് നേരായ കാര്യത്തിലൂടെയല്ല കള്ളപ്രചരണത്തിലൂടെ വികാരം ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേർത്തിരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ കലാപാഹ്വാനമാണ്. ഇത്രയും ലോലവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്സിനെ കടന്നാക്രമിക്കുക എന്നതാണ്. പ്രസംഗത്തിന് എതിരെ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണം എന്ന് CPIM ആവശ്യപ്പെട്ടു. വോട്ടിനായി ഒരു വിഭാഗത്തെ മോദി അധിക്ഷേപിക്കുന്നു എന്നാണ് CPIM വിമർശനം. പരാമർശത്തിനെതിരെ ഓൺലൈൻ ക്യാമ്പയിനും CPIM ആരംഭിച്ചു. വിദ്വേഷ പ്രസംഗത്തിൽ മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പ്രവാഹമാണ്. അതേസമയം കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ന്യൂനപക്ഷ അനുകൂല നിലപാടുകൾ സജീവ പ്രചാരണ വിഷയമാക്കാനാണ് BJP തീരുമാനം. അധികാരത്തിൽ എത്തിയാൽ CAA പിൻവലിക്കും എന്നടക്കമുള്ള ഇന്ത്യ നേതാക്കളുടെ പരാമർശങ്ങൾ ഉയർത്തി BJP വരും ദിവസങ്ങളിൽ പ്രചാരണം ശക്തമാക്കും. റിപ്പോർട്ടർ, ദില്ലി.